നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ കൃത്യമായി എത്ര പണം വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വെറുതെ 1 കോടി രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ എന്നല്ല. ഒരൊറ്റ രൂപയുടെ പോലും വ്യത്യാസമില്ലാതെ കൃത്യമായ ഒരു സംഖ്യ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഒരു പക്ഷേ നിങ്ങളുടെ കടങ്ങൾ വീട്ടാനോ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വാങ്ങാനോ വേണ്ടിയിട്ടുള്ള തുകയായിരിക്കാം അത്. അങ്ങനെ ഒരു കൃത്യമായ തുക നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ആകർഷണ നിയമം എന്നൊക്കെ പറയുന്ന വെറും സങ്കല്പമാണെന്നാണ്. വിചാരിച്ച ഉടനെ പണം വരിക എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാണല്ലേ? എന്നാൽ ഒരൊറ്റ രൂപയുടെ പോലും വ്യത്യാസമില്ലാതെ താൻ എഴുതി വെച്ച കൃത്യമായ തുക പ്രപഞ്ചത്തിൽ നിന്നും ആകർഷിച്ചെടുത്ത ഒരു സ്ത്രീയുടെ അത്ഭുതകരമായ യഥാർത്ഥ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കേൾക്കുമ്പോൾ അസാധ്യമാണെന്ന് തോന്നാം, പക്ഷേ ഇത് നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായിട്ട് മാറ്റും. നമ്മുടെ കഥയിലെ നായികയുടെ പേര് കാതലിൻ എന്നാണ്. ഇന്ന് അവർ ലോകം അറിയപ്പെടുന്ന ഒരു വെൽത്ത് ക്രിയേറ്ററും കൂടിയാണ്. എന്നാൽ 2019 സെപ്റ്റംബർ മാസത്തിൽ അവർ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും ചിന്തകളുടെ എനർജിയെക്കുറിച്ചും ഒക്കെ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കാതലിനും എപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പക്ഷെ അവിടെയാണ് അവർക്കൊരു വലിയ അബദ്ധം പറ്റിയത്. അവർ എപ്പോഴും ചിന്തിക്കുന്നതും മറ്റുള്ളവരോട് സംസാരിക്കുന്നതും തൻ്റെ കയ്യിൽ പണമില്ലാത്തതിനെ കുറിച്ച് മാത്രമായിരുന്നു. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളും ദിവസേന ചെയ്യുന്നൊരു കാര്യമല്ലേ ഇത്? മാസം അവസാനം ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ ഒരു തരം ഭയം തോന്നുക. സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകുമ്പോൾ മെനുവിലെ ഭക്ഷണ സാധനങ്ങളുടെ വില നോക്കി മാത്രം ഓർഡർ ചെയ്യുക. എപ്പോഴും എൻ്റെ കയ്യിൽ അതിനുള്ള പണമില്ല, എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് മറ്റുള്ളവരോട് ഒരു തമാശ രൂപേണയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഒരു ദാരിദ്ര്യ ചിന്താഗതിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. പണം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും, അതിനായിട്ട് രാത്രിയും പകലും കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ എപ്പോഴും പണമില്ലായ്മയെക്കുറിച്ച് മാത്രമായിരിക്കും. ഇവിടെയാണ് ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ. നമ്മൾ വിചാരിക്കും എൻ്റെ കയ്യിൽ ഒരുപാട് പണം വന്നതിന് ശേഷം മാത്രമേ എനിക്ക് പണക്കാരനായിട്ട് ചിന്തിക്കാൻ കഴിയൂ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ കയ്യിൽ പണമില്ലാത്തപ്പോൾ തന്നെ സമൃദ്ധിയുടെ ആ മാനസികാവസ്ഥയിലേക്ക് മാറാൻ കഴിഞ്ഞാൽ മാത്രമേ പണം നമ്മളെ തേടി വരൂ. കാതലിൻ ആ രഹസ്യം തിരിച്ചറിഞ്ഞു. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വെറും $1000 മാത്രമായിരുന്ന സമയത്താണ് അവർ ആ വലിയ മാറ്റം വരുത്തിയത്. ആ $1000 പണമില്ലായ്മയായി കാണുന്നതിന് പകരം എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന സമൃദ്ധിയുടെ കണ്ണിലൂടെ അവർ കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു സുഹൃത്താണ് കാതലിനോട് പറഞ്ഞത് ജീവിതത്തിലേക്ക് പണം ആകർഷിക്കാൻ ചില വിദ്യകളുണ്ടെന്ന്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നമ്മൾ ചോദിക്കുന്ന തുക വളരെ കൃത്യമായിരിക്കണം, അതായത് സ്പെസിഫിക് ആയിരിക്കണം. കാതലിൻ ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ചു, എനിക്ക് എത്ര പണമാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വേണ്ടത്? $20,000 എന്ന് ആദ്യം വിചാരിച്ചെങ്കിലും അവരുടെ മനസ്സ് പറഞ്ഞു, ബാങ്കിൽ ഇപ്പോൾ ഉള്ള ബാക്കി തുക കൂടി കൂട്ടുമ്പോൾ അത് കൃത്യമായിട്ട് 20,000 ആകാൻ വഴിയില്ല. അങ്ങനെ അവർ ഒട്ടും യുക്തിക്ക് നിരക്കാത്ത എന്നാൽ വളരെ കൃത്യമായൊരു സംഖ്യ മനസ്സിൽ ഉറപ്പിച്ചു. $21,795. അവർ ചെയ്ത കാര്യം ശ്രദ്ധിക്കൂ. ആദ്യം അവർ ആ സംഖ്യ ഒരു പേപ്പറിൽ വ്യക്തമായിട്ട് കുറിച്ചു വെച്ചു. അതുകൊണ്ട് മാത്രം നിർത്തിയില്ല. തൻ്റെ ഒരു പഴയ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിലെ യഥാർത്ഥ ബാലൻസ് വൈറ്റ്നർ ഉപയോഗിച്ച് അവർ മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അതിനു മുകളിൽ താൻ ആഗ്രഹിച്ച കൃത്യമായിട്ടുള്ള തുക 21,795 എഴുതി ചേർത്തു. അതിനുശേഷം അവർ അത് എവിടെയോ എടുത്തു വെച്ചു. പിന്നീട് ആ പേപ്പറിലേക്ക് നോക്കിയതേയില്ല. പക്ഷേ അവർ ഒരു കാര്യം ദിവസവും ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ ഡയറിയിൽ എഴുതും, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ $21,795 വന്നതിൽ ഞാനിപ്പോൾ വളരെ സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ്. അത് എഴുതുമ്പോൾ വെറുമൊരു വാക്കായിട്ടല്ല അവരത് കണ്ടത്. തൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്പ് തുറക്കുമ്പോൾ ആ സംഖ്യ അവിടെ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് അവർ കണ്ണുകൾ അടച്ച് സങ്കല്പിച്ചു, അതായത് വിഷ്വലൈസ് ചെയ്തു. ആ സമയത്ത് തനിക്കുണ്ടായിരുന്ന ആ സന്തോഷവും സമാധാനവും ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞു.
അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, നിങ്ങളൊന്ന് കണ്ണടച്ചെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ആ ഒരു ഫീലിങ്സാണ് നമുക്കിവിടെ വേണ്ടത്. കാതലിൻ ആ ചിന്തയിൽ തന്നെ ഉറച്ചു നിന്നു. അത് എഴുതിയ ശേഷം ബാക്കി സമയങ്ങളിൽ അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ ആ ചിന്തയെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തു. അവരുടെ ദൈനംദിന ജീവിതത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. സാധാരണയായിട്ട് വില കുറഞ്ഞ കാപ്പി കുടിക്കാൻ പോകുന്ന അവർ തനിക്ക് ഇഷ്ടമുള്ള നല്ലൊരു കോഫി ഷോപ്പിൽ പോയി കാപ്പി കുടിക്കാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റിൽ പോയാൽ വില നോക്കാതെ കഴിക്കാൻ തോന്നുന്നത് ഓർഡർ ചെയ്തു. ഏറ്റവും പ്രധാനമായി ഓരോ തവണ കറണ്ട് ബില്ലോ അല്ലെങ്കിൽ ഫോൺ ബില്ലോ അടയ്ക്കുമ്പോൾ അയ്യോ പണം പോയല്ലോ എന്ന് വിഷമിക്കുന്നതിന് പകരം ആ സേവനം തനിക്ക് നൽകിയതിന് പണത്തോട് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു. അതായത് അവരുടെ വൈബ്രേഷൻ ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് പൂർണ്ണമായിട്ട് മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പണ്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ചില സ്റ്റോക്ക് ഓപ്ഷനുകൾ കാലാവധി പൂർത്തിയായെന്നും അതിപ്പോൾ പണമാക്കാൻ സാധിക്കുമെന്നും. അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു $100 അല്ലെങ്കിൽ $200 കിട്ടുമായിരിക്കും എന്നാണ് കാതലിൻ കരുതിയത്. എന്നാലും അവർ പറഞ്ഞു ശരി പണമാക്കിക്കോളൂ എന്ന്. 2 ആഴ്ചയ്ക്ക് ശേഷം കാതലിൻ ഒർലാൻഡോയിൽ ഒരു ലൈവ് ബിസിനസ് മീറ്റിംഗ് പങ്കെടുക്കുകയായിരുന്നു. അപ്പോഴും അവരുടെ മനസ്സിൽ ആ പഴയ സംഖ്യ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മീറ്റിങ്ങിനിടയിലാണ് ഹസ്ബൻഡിൻ്റെ ഫോൺ കോൾ വരുന്നത്. ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കൂ, ആ സ്റ്റോക്കിൻ്റെ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന്. കാതലിൻ ആ മീറ്റിങ്ങിനിടയിൽ വെച്ച് തൻ്റെ ഫോൺ എടുത്ത് ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്തു. വിശ്വസിക്കാൻ കഴിയാത്തൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. അവരുടെ അക്കൗണ്ടിൽ കൃത്യം $21,795 ഉണ്ടായിരുന്നു. $1 പോലും വ്യത്യാസമില്ലാതെ അവർ പേപ്പറിൽ എഴുതി വെച്ച അതേ സംഖ്യ. ആ സ്റ്റോക്ക് ഓപ്ഷൻ മാറിയപ്പോൾ കിട്ടിയ തുക കൃത്യമായി അതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ആ നിമിഷം അവർക്കുണ്ടായ സന്തോഷം പണം കിട്ടിയത് കൊണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ മനസ്സ് കൃത്യമായി ഉപയോഗിച്ചാൽ ചിന്തകളുടെ ഫ്രീക്വൻസി മാറ്റിയ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായി നേടിയെടുക്കാൻ കഴിയുമെന്നതിൽ അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. ഈ സ്റ്റോറിയിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടേ? ലോ ഓഫ് അട്രാക്ഷൻ എന്നത് വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. അത് നമ്മൾ ജീവിക്കുന്ന രീതിയാണ്, നമ്മളുടെ ചിന്തകളുടെ ഫ്രീക്വൻസിയാണ്. അവർ പ്രധാനമായും ചെയ്തത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, തനിക്ക് വേണ്ട തുക കൃത്യമായിട്ട് എഴുതി വെച്ചു. രണ്ടാമത്തെ കാര്യം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുതി അത് വിഷ്വലൈസ് ചെയ്തു. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനമായി പണമില്ല എന്ന ചിന്ത മാറ്റി പണമുള്ളവന്റെ മാനസികാവസ്ഥയിലേക്ക് മാറി. നിങ്ങൾക്കൊരു നല്ല കോഴ്സ് പഠിക്കാനോ കടം വീട്ടാനോ ബിസിനസ്സിൽ നിക്ഷേപിക്കാനോ പണം ആവശ്യമുണ്ടെങ്കിൽ പണമില്ല എന്ന ചിന്ത ആദ്യം മാറ്റുക. അത് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സമാധാനവും സന്തോഷവും അനുഭവിക്കുമോ ആ മാനസികാവസ്ഥയിലേക്ക് ഇന്നേ മാറുക. കാരണം പണം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ വരുന്നത് അതിന് കൃത്യമായ ഒരു ആവശ്യവും അതിനൊത്ത ഒരു മാനസികാവസ്ഥയും നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ നിലവിലുള്ള തുകയല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമൃദ്ധി നിശ്ചയിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രപഞ്ചം അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരിക തന്നെ ചെയ്യും. അപ്പോൾ പണമില്ല എന്ന ചിന്ത മാറ്റി അത് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ നിങ്ങൾ എത്രത്തോളം സമാധാനവും സന്തോഷവും അനുഭവിക്കുമോ ആ മാനസികാവസ്ഥയിലേക്ക് ഇന്നേ മാറുക. അപ്പോൾ ആ ലക്ഷ്യം ഉടൻ തന്നെ നടക്കാൻ പോകുന്നു എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കമൻറ്റിൽ ഐ ആം റെഡി എന്നുകൂടി ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രപഞ്ചം അത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരിക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്